ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതേ പെരുന്നാളൊക്കെ ആയി. അപ്പോൾ അതിന് വേണ്ട വീടിനൊക്കെ ഒരുക്കണം, എന്തൊക്കെയോ കുറേ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ വീട് എവിടെയും പണി ഒന്നും തീർന്നിട്ടില്ല. ശരിക്കും നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ പെരുന്നാളാകുമ്പോഴേക്കും എല്ലാ പണിയും തീർന്ന്, പെയിൻ്റ് അടിയും തീർന്ന്, ഗേറ്റും വെച്ച് അടിപൊളിയായിട്ട് കിട്ടും. ആ ദിവസം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയൊക്കെ കുറേ പ്ലാനായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഒന്നും നടന്നില്ല. അപ്പോൾ ഇതേ കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അലക്കിയ തുണികളൊക്കെ എടുത്തിട്ട് ഉണക്കാനിടണം. അതിന് ശേഷം നമുക്ക് കുറേ അലക്കാനും ഉണ്ട്. കുറച്ച് തുണികളെങ്കിലും കുറവാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, കുട്ടികൾ മൊത്തം ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അമ്മാൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ നിന്നാണ് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ വരും, ഡ്രസ്സ് അഴിച്ചിടും, പിറ്റേ ദിവസത്തെ കുറേ അതും പണികളോ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ വീട് വിട്ടിട്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഒന്നാമത് എന്താണെന്ന് വെച്ചാലും കിച്ചണിൽ പണി നടക്കുകയല്ലേ. അപ്പോൾ അവരെ വിട്ട് നമുക്ക് പോകാനും പറ്റില്ല. ഞാൻ മൊത്തത്തിൽ ലോക്കായത് വേണം പറയാണ്. കിച്ചണിലൊന്നും കുക്ക് ചെയ്യാനും സാധിക്കുന്നില്ല. മൊത്തത്തിൽ ആകെ പണി കിട്ടിയൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വല്ല വീട് പണി ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയ വീട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പണിക്കാർ നമുക്ക് 8ൻ്റെ പണിയും തന്നിരിക്കും കേട്ടോ. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നമല്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു പണിയെന്ന് മാത്രമേ ഉള്ളൂ. പണിക്കാർ മീൻസ് നമ്മൾ ഈ കോൺട്രാക്റ്റ് കൊടുക്കുന്നില്ല, അവരെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ പണിക്കാരെ അല്ല. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നെ പോലെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതേ പുറത്ത് ടൈൽസ്, പിന്നെ ഡോറ്, പിന്നെ കിച്ചൺ സാധനങ്ങളൊക്കെ നോക്കാനും വേണ്ടി 2 ആഴ്ച മുമ്പ് പോയ സംഭവമാണ് കേട്ടോ. അപ്പോൾ അതായത് കിച്ചൺ നമുക്ക് ബെഡ്റൂമും എടുക്കുന്നുണ്ട്, കിച്ചണും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബെഡ്റൂമിലേക്ക് വാർഡ്രോബ് വേണം. അപ്പോൾ അതിന് എനിക്ക് ഇങ്ങനത്തെ വാർഡ്രോബ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഡ്രോയേഴ്സ് വലിച്ചിട്ട് നമുക്ക് അതിൽ കുട്ടികളുടെ തുണിയൊക്കെ വെക്കുന്ന പോലെ ഒക്കെ, അങ്ങനെയാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് മനസ്സിലായത്, ഇതുപോലൊരു വാർഡ്രോബ് നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ മുകളിലാവും എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചു. പക്ഷെ നമുക്ക് ഇതെങ്ങനെ വില കുറവാക്കി, അതായത് റേറ്റ് കുറവാക്കി ഇതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ ഉടായ്പ പരിപാടികളൊക്കെ നമ്മൾ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ വീട്ടിൽ ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് വന്നിട്ട് ലോണ്ടറി ബോക്സാണ്. എനിക്ക് നന്നായി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മെത്തേഡ്. നമ്മുടെ മക്കൾ അവിടെ ഇവിടെ അഴിച്ചിടാതെ നേരെ കൊണ്ടുവന്ന് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോറായിട്ട് തോന്നില്ല. പക്ഷേ അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് പിൻവലിഞ്ഞു. പിന്നെ അതേ നമുക്കൊരു 2-3 ഡോറുകൾ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഡോറുകളും നമ്മൾ ജസ്റ്റ് അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചൻ്റെ ഐഡിയ ഏകദേശം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ കിച്ചൺ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ അല്ലാണ്ട് ഫുള്ളായിട്ട് വൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ സ്റ്റവും കൂടെ ഒന്ന് മാറ്റണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. 4 അടുപ്പുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇതാകുമ്പോൾ 3 എണ്ണം മതിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ്. പക്ഷെ തൽക്കാലം ഞാൻ മാറ്റുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇനി ഏറ്റവും അവസാനം എന്താവും എന്നുള്ളത് അറിയില്ല. പിന്നെ ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളിൽ കണ്ടില്ല, സ്റ്റീലിൻ്റെ, അത് ഞാൻ വെക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ നോക്കിയെന്നുള്ളൂ. ഇതിൽ നമ്മുടെ പ്ലേറ്റ് റാക്ക് നമുക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പിന്നെ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഉള്ളത് നമുക്ക് അവിടെ വേണമെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാക്കി. പിന്നെ ഒരു ടോൾ യൂണിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അതിന് പകരം ഓപ്പൺ ഷെൽഫാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ കിച്ചൺ അത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് എങ്കിലും അത് ഞാൻ നോക്കിയതാണ്. ടോൾ യൂണിറ്റും കൂടെ വെച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിലെല്ലാം കുത്തിത്തിരിക്കി വെക്കുന്ന പോലെ ഇങ്ങനെ വല്ലതും ചെയ്താലോ എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു വീട് പണി ചെയ്യുമ്പോൾ കുറേ ഭാഗങ്ങളിൽ അന്വേഷിക്കുക. കയറി ഉടനെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഇത് മതിയെന്ന് ഫിക്സ് ചെയ്യാതെ ഒരുപാട് ഭാഗങ്ങളിൽ അന്വേഷിച്ചാൽ അതിൻ്റെ റേറ്റ്, പിന്നെ അതുപോലെ ക്വാളിറ്റി, പിന്നെ കുറേ മോഡലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, ഓൾറെഡി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയ കിച്ചണൊക്കെ ഉണ്ടാവില്ല, ഓരോരുത്തരെ നമുക്ക് അറിയുന്നവരെയോ അങ്ങനെ വല്ലവരും വീട്ടിൽ പോയിട്ട് നോക്കുക, അല്ലെങ്കിൽ അവരോട് ചോദിക്കുക നിങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. ഒരിക്കലും നമ്മൾ 1-2 പ്രാവശ്യം കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നത് മീൻസ് ഈ ജോലിക്കാർ കോൺട്രാക്ട് എടുക്കുന്നവർ പറഞ്ഞു തന്നതുകൊണ്ടോ നമുക്ക് ശരിക്കും ഒന്നും അറിയില്ല. അതേസമയം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ശരിക്കും അതിൻ്റെ ഒരു റിവ്യൂ കിട്ടുക കേട്ടോ. അതെനിക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതാണ്. ഉപയോഗിച്ച് നോക്കായിരുന്നു, വെറുതെ അയ്യോ ഇവിടെ അത് വെക്കണ്ടായിരുന്നു, ഇങ്ങനെ ഇത് വെക്കണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു
കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ വേറെ ഷോപ്പിലേക്കും ഡോറ് നോക്കാൻ വേണ്ടി പോയി. അതിനുശേഷം നമ്മുടെ ബെഡ്റൂമിലേക്ക് വലിയ UPVC ഡോറ് വെക്കുന്നില്ല. അപ്പോൾ UPVCൻ്റെ ഉൾഭാഗം എങ്ങനെ വരിക എന്നുള്ളത് അവർ കാണിച്ചതാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് വന്നിട്ട് എലി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളിൽ ഇരുമ്പിൻ്റെ ഇതുണ്ടെങ്കിൽ മാത്രമേ എലി ഉള്ളിലേക്ക് കയറാതിരിക്കുള്ളൂ. എന്നിട്ട് ആ ബ്ലൂ കണ്ടില്ല, അത് ഇരുമ്പാണ്. അപ്പോൾ അവർ ജസ്റ്റ് അതിൻ്റെ ഉൾഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തന്നാണ്, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ എടുത്തിട്ട് നമ്മൾ വന്നു. ഏകദേശം നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ ആ കോർട്ട്യാർഡിലേക്കുള്ള ഡോറിലേക്ക് ഒരു 54-58 വരുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കിച്ചൺ എങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല, എങ്ങനെ ആയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് കിച്ചൺ ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഈ വോളില്ലേ, ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത് മാറ്റിയിട്ടൊന്ന് ആൾട്ടർ ചെയ്ത് കിച്ചൺ നീട്ടിയെടുക്കുകയാണ്. അതായത് ഹോളത്തെ കിച്ചൺ നമ്മളിപ്പോൾ തൽക്കാലം ഉപദ്രവിക്കാതിരിക്കാനും നമുക്ക് വലിയ കിച്ചൺ ആവാനും വേണ്ടിയിട്ട് ഈ ഇടയിലൊരു ചുമരുണ്ടായിരുന്നില്ല. ഇത് ഓൾറെഡി അവർ എക്സ്ട്രാ എടുത്തൊരു ചുമരായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കത് തട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇത് തട്ടിയിട്ടാണ് നമ്മുടെ ആ വലിയ കിച്ചണിലേക്ക് ഇപ്പം മാറിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഫസ്റ്റ് കിച്ചണില്ലേ, അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളത്. എനിക്ക് കിച്ചണാണ് മെയിൻ. അതായത് നമുക്ക് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടാകുമ്പോൾ അത്യാവശ്യം സൗകര്യത്തിന് എൻ്റേതായിട്ടുള്ള ആ ഒരു സൗകര്യത്തിനനുസരിച്ച് എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതൊക്കെ തട്ടി മാറ്റി ഒക്കെ ഒരു പരുവത്തിലാക്കിയത്. ഇപ്പോൾ അത്യാവശ്യം കിച്ചൺ വന്നിട്ടൊരു എനിക്ക് തോന്നുന്നു 250-300 സ്ക്വയർ ഫീറ്റോളം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഇല്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അതായത് കിച്ചൻ്റെ പണി ഫുള്ളും കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എങ്ങനെയാണ് നമ്മുടെ കിച്ചൺ അങ്ങനെ ആയത് എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പറ്റുവാണെങ്കിൽ അത് ഞാൻ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കിച്ചൻ്റെ ടൈല് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയ കുറേ മോഡൽസും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇത്രയും ഗ്ലോസ് നമുക്ക് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ മൊറോക്കൻ അതായത് കോയമ്പത്തൂർ പോയിട്ടാണ് പിന്നെ മൊറോക്കൻ ടൈൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള വോളല്ല, ഒരു 2 തൂണ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു. അതിൽ ആ ടൈലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതിൻ്റെ ഇപ്പുറത്തുള്ള ആ ഒരു ടൈല്. പിന്നെ കിച്ചണിലേക്ക് നോക്കിയ കുറച്ച് ടൈൽസും കൂടെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല റേറ്റാണ് കേട്ടോ. ഈ സംഭവമൊക്കെ സ്ക്വയർ ഫീറ്റിന് 2000 രൂപയൊക്കെ പറയുന്നുണ്ട്. അത്രയും റേറ്റാണ്. പക്ഷേ ബാക്ക് സ്പ്ലാഷ് വെക്കാനും വേണ്ടിയിട്ട് ഞാൻ നോക്കിയതായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ഒരു ടൈൽ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കൗണ്ടർ ടോപ്പിൽക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ ഗേറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വേഗം പോയിട്ട് നോക്കിയതായിരുന്നു. വലിയ ഗേറ്റാണ് കേട്ടോ. പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ മുകളിൽ CNC കട്ടിങ്ങും താഴെ വുഡിൻ്റെ സംഭവമാണ് നമ്മൾ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ദൂരത്തുനിന്ന് നോക്കിയ സമയത്ത് തന്നെ ഇതെന്തോ ഒരു പെർഫെക്ഷൻ ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഡൗട്ട് ശരിയായിരുന്നു. ഞാൻ നോക്കിയ സമയത്ത് അവർ ഈ പ്ലാസ്റ്റിക് ഉണ്ടാവൂലേ, അതിൻ്റെ വുഡ് പോലത്തെ സാധനം വെച്ചിരിക്കുക. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ സാധനം താഴെ വന്നിരിക്കുന്നത് വുഡ് പോലെ തോന്നുന്ന പ്ലാസ്റ്റിക്. പക്ഷെ അത് എനിക്ക് വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻറ്റും സങ്കടവും വിഷമവും എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. പിന്നെ അതുപോലെ പുറത്തുനിന്നൊക്കെ സ്ക്രൂ ചെയ്ത് ആകെ ചള്ളാക്കി മൊത്തത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പൈസ കൂടുതൽ ലാഭം കിട്ടാനും വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇത്രയും പൈസ ഒക്കെ റെഡിയാക്കിയിട്ടൊക്കെ കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ഗേറ്റ് ഫിക്സ് ചെയ്യണ്ട, ഞാനത് ഫിക്സ് ചെയ്യാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗേറ്റിൻ്റെ പണിയും അങ്ങനെ പാതി വഴിയിൽ അങ്ങനെ നിന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇവർ ചെയ്തിരിക്കുന്നത്. മീൻസ് ഞാനിതൊരു യൂട്യൂബിൽ കണ്ടിട്ട് എടുത്ത് തന്നെയാണ്. എനിക്ക് ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുറച്ച് പൈസ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് വുഡിൻ്റെ അല്ലേ പറഞ്ഞു, നിങ്ങൾ എന്തിങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം വുഡിൻ്റെ ഗേറ്റിൽ വെക്കുകയില്ല. അതായത് നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നതിന് വരും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു അമേരിക്ക നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ അമേരിക്ക ഇല്ല നിങ്ങൾ പറയുമല്ലോ ഇങ്ങനെ ആണെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ പ്ലാസ്റ്റിക്കിൻ്റെ വെച്ച് ഞാൻ ആകെ ദുഃഖത്തിലും വിഷമത്തിലും ആണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോൾ റനക്കുട്ടി കുനാഫ ഉണ്ടാക്കുകയാണ്. വീട്ടിലേക്ക് പോവുമല്ലോ, അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുമല്ലോ. അപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതേ കുട്ടിക്കൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് റനക്കുട്ടി കുനാഫ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവൾക്കിപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും. നമുക്ക് ഓവനിൽ വെക്കുകയാണെങ്കിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ശേഷം ഓവനിൽ എടുത്ത് വെക്കുക. നമുക്ക് മറ്റ് കുക്കിംഗ് പോലെ ഇങ്ങനെ ഇളക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് ഇടയ്ക്ക് അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സമയത്ത് റനക്കുട്ടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ദേക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുനാഫ ഉണ്ടാക്കാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു കേട്ടോ, അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീസൊക്കെ ഇട്ടിട്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ.
അപ്പം ഞാൻ അതായത് ശനിയാഴ്ച ആണ് കേട്ടോ, അതായത് ഇന്നത്തെ ദിവസമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് തലേ ദിവസത്തെ കാര്യമാണ്. ഇന്നത്തെ ദിവസത്തെ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അവർക്ക് എണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെരുന്നാൾ രാവിൻ്റെയും മൈലാഞ്ചി ഇടലിൻ്റെയും അങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാല്ലാ പെരുന്നാൾ ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓവനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പം എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് ഹാലോജൻ ഓവനാണ്. ഇത് ഞാൻ വാങ്ങിച്ചല്ല, എനിക്ക് വീട് ഇരിക്കുന്ന സമയത്ത് 3.5 കൊല്ലം മുമ്പ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ ഒരു മാമ ഗിഫ്റ്റ് ചെയ്തതാണ്, ഉപ്പയുടെ കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇതേ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കാണിച്ചു തരാവേ. അയ്യോ, ഇന്ന് എനിക്ക് ഫുള്ള് ഗിഫ്റ്റാണ് മക്കളെ. അതാണല്ലേ, എനിക്ക് ഒരേ ഡ്രസ്സ് പെരുമഴയാണല്ലോ. ഞാൻ ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് കുറേ ഡ്രസ്സ് എടുത്തിരിക്കുന്നു. നല്ല ഡ്രസ്സ് ഉണ്ട് അല്ലേ, പക്ഷെ ചൂട് എടുക്കുമെന്നുള്ളത് ഡൗട്ടുണ്ട്. 800 രൂപ. അടുത്തൊരു ഡ്രസ്സ് ഇന്നത്തെ സർപ്രൈസും കൂടെ കാണിച്ചു തരാം. ഈ കുട്ടിനൊന്നും എടുക്കാം, ഈ കുട്ടിനെ എന്തൊക്കെയോ എന്നെ കാണിക്കണ്ട, ഇത് മാത്രം കാണിച്ചു തരാം. എനിക്ക് കംഫർട്ടബിൾ അല്ല. കാല് അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തില്ലെങ്കിലും എനിക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കിട്ടും പറയുന്നത് ശരിയാണ്. കണ്ടില്ലേ, നമ്മൾ ഒരാൾക്ക് കൊടുത്താലേ നമുക്ക് 10 ആൾക്കാർ തരാനുണ്ടാവും. ഇതൊരു ഡ്രസ് ചേച്ചു ഇവിടെ നിക്ക്. അടുത്ത ഗിഫ്റ്റ് ഇക്ക മാത്രം എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടില്ല ഗൈസ്. ഇത് ഷിബില എടുത്ത് തന്നത് ഡ്രസ്സ്. ഇത് ഇന്നലെ ഷഫ എടുത്ത് തന്ന ഗിഫ്റ്റ്. പിന്നെന്തായിരുന്നു, ഇന്നലെ എന്തോ കിട്ടിയ എനിക്ക് വാച്ച്, എനിക്ക് ചെരുപ്പ് വാച്ച് കിട്ടി, റനാക്ക് ചെരുപ്പ് കിട്ടി. അപ്പൊ മൊത്തം നമുക്ക് എല്ലാം കളർ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മെറ്റീരിയൽ മാത്രം ചൂടെടുക്കുന്ന മെറ്റീരിയൽ ഓടുവോ. അങ്ങനെ നമ്മൾ എവിടെയാണ് എത്തിയത് പറയൂ റന? ഡ്രസ് വേൾഡിക്ക് അബിക്ക് ഡ്രസ് എടുക്കാൻ പോകണം. പെരുന്നാളല്ല എന്നറിഞ്ഞതോടുകൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇക്കാക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടില്ല, ഇക്കാക്ക് മാത്രമല്ല എനിക്ക് കൊടുത്തിട്ടില്ല, ബേബിക്ക് കൊടുത്തിട്ടില്ല. ബേബിക്ക് ഈ പ്രൊമോഷന് വന്നൊരു ഡ്രസ്സ് ഉണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ബൊമ്മ എന്താ വീണെടുക്കണം, അവർ തള്ളി വിട്ടതാണോ ആ ബൊമ്മനെ? ഏത് നോക്കാം. ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ ഇട്ടിരിക്കണം നോക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. നോക്കട്ടെ എന്നാലും കിട്ടുമോ എന്നുള്ളത്.